സ്ത്രീകൾക്കും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയുന്ന ടോപ്പിക്ക് സിക്ക വൈറൽ രോഗത്തെക്കുറിച്ചാണ്. സിക്ക വൈറൽ രോഗം ഗർഭിണികളെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നമ്മളിപ്പം കേട്ടു തുടങ്ങിക്കാണും സിക്ക വൈറസ്. പണ്ട് ഡെങ്കു ഫീവർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ എന്നുള്ള പോലെ ഒരു വൈറൽ രോഗമാണ് സിക്ക വൈറസ്. ഡെങ്കും ചിക്കൻ ഗുനിയയും പരത്തുന്ന അതേ രോഗാണു തന്നെയാണ് സിക്ക വൈറസും പരത്തുന്നത്. അതായത് നമ്മുടെ കൊതുകടിയിൽ കൂടെയാണ് ഇത് പകരുന്നത്. ഏഡിസ് ഈജിപ്റ്റി എന്നുള്ള കൊതുക് നമ്മുടെ പകൽ സമയങ്ങളിൽ നമ്മളെ കടിക്കുന്ന, മെയിനായിട്ട് കേരളത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു കൊതുക് തന്നെയാണ് ഇതും പരത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലും ആഫ്രിക്കയിലുമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും കേരളം അങ്ങനെയുള്ള നമ്മുടെ രാജ്യവും അത് ഭീഷണിയിലാണ്. കാരണം അതേ കൊതുക് തന്നെയാണ് ഇത് പകർത്തുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? സാധാരണ വൈറൽ ഫീവർ വരുന്നത് പോലെ പനി, ചുമ, കൈമുട്ട്, കാൽവേദന, പിന്നെ റാഷസ്, തൊലിപ്പുറത്തുള്ള ചെറിയ ചുമപ്പ് നിറം, പിന്നെ കണ്ണിൽ ചുമപ്പ്, പിന്നെ മസിൽ പേശികൾ വേദന, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ എപ്പോഴാണ് സിക്ക വൈറസ് ആണെന്ന് നമ്മൾ സ്ഥിരീകരിക്കേണ്ടത്? സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് ഇതുവരെയ്ക്കും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഉള്ള കാലത്ത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പണ്ട് ഡെങ്കു 2002 ആ സമയത്ത് ഔട്ട് ബ്രേക്ക് വന്നപ്പോഴും നമ്മൾ ഡെങ്കു എന്നുള്ളത് വെറും ടെക്സ്റ്റ് ബുക്കിൽ മാത്രം നമ്മൾ കേട്ടിരുന്ന ഒരു അസുഖമാണ്. അത് ആദ്യമായി വന്നു. ഇപ്പം പക്ഷെ നമുക്കറിയാം അത് വളരെ സർവ്വസാധാരണമാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും. അതുപോലെ തന്നെയാണ് ഈ സിക്ക വൈറസും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടെങ്കിലും നമ്മൾ ഗർഭിണികളാവുന്ന സ്ത്രീകൾ ഈ സിക്ക വൈറസ് എന്ന് നമ്മൾ സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ അത് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ് ഇതിൻ്റെ പ്രതികൂല, അതായത് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സാധാരണ പനികളിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇതിനും വരാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഗർഭിണികളിൽ സിക്ക വൈറസ് വരുമ്പോൾ കുട്ടികൾക്ക്, അതായത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഗർഭിണികളിൽ വരുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അതായത് ഗർഭിണികൾ വരാതെ നോക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഗർഭിണികൾ ആദ്യത്തെ വളരെ ഏർലി പ്രഗ്നൻസി സമയത്താണ് സിക്ക വൈറസ് നമുക്ക് ഇവരുടെ ശരീരത്തിൽ കിടക്കുന്നതെങ്കിൽ കുഞ്ഞ് അബോർഷനായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞിൻ്റെ തലയിലുള്ള വളർച്ച, മൈക്രോകെഫാലി, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം. പിന്നെ മറ്റ് അംഗവൈകല്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ അതായത് പ്രസവം അടുക്കുന്ന സമയത്താണ് ഇത് വരുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് ഇത് പ്രതിരോധിക്കാം? ഇപ്പം മെയിനായിട്ടും നമുക്കറിയാം ഇത് 2 തരത്തിലാണ് ഇത് പകരുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. 2007 ആദ്യം ഇത് ബ്രസീൽ എന്ന രാജ്യത്താണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ അവിടെ കണ്ടുവിട്ടത് കൂടുതലും കൊതുക് പരത്തുന്നതായിട്ടാണ്. പക്ഷേ വളരെ ചുരുക്കം 1-2 പഠനങ്ങളുണ്ട് ഇത് ലൈംഗിക ബന്ധം വഴിയും പകരുമെന്ന്. പക്ഷേ അതിന് സ്ഥിരീകരണമില്ലെങ്കിൽ പോലും കൊതുകടി, അതായത് ഈ ഏഡിസ് ഈജിപ്റ്റി എന്നുള്ള കൊതുക് ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ലൈംഗികമായി വരെ ഇത് പകരാമെന്നുള്ളതാണ്. എന്തായാലും കൊതുക് പരത്തുന്നതായത് കാരണം നമ്മുടെ ഡെങ്കു ഫീവറിനെ എടുക്കുന്ന അതേ പ്രിക്കോഷൻസ്, നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കുക, കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ അതെല്ലാം മാറ്റുക, പിന്നെ ഇൻസെക്റ്റ് കൊതുക് തിരി ഉപയോഗിക്കുക, കൊതുകിൻ്റെ നെറ്റ്, കൊതുക് വല ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചു, ചികിത്സയില്ല, വാക്സിനുമില്ല. അപ്പോൾ വാക്സിനും ചികിത്സയില്ലാത്തിടത്തോളം കാലം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കൊതുകടി പകരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, പൂന വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ളൊരു രോഗലക്ഷണം, അതായത് കൂടുതലും അമേരിക്കയിൽ നിന്നും വരുന്ന അവിടെയാണ് ഈയിടെയായിട്ട് രോഗം പകർന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് എടുത്തിട്ട് ആ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ആ രോഗിയിൽ നിന്നും കൊതുകടി മറ്റുള്ളവർക്ക് പകരാൻ പാടില്ല. അത് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആദ്യമായിട്ട് ഈ രോഗം കാണുന്നത് 2007 ആദ്യമായി ഇത് സ്ഥിരീകരിക്കപ്പെടുന്നത്. അത് ബ്രസീൽ എന്ന രാജ്യത്താണ്.
ഇത് 3 സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഈ വൈറസ് ഇപ്പം പകർന്നിരിക്കുന്നത്. ഒന്ന് അമേരിക്ക, 2 ആഫ്രിക്ക, 3 ഏഷ്യ. അപ്പോൾ ഏഷ്യ, അതായത് ഏഷ്യ, നമ്മുടെ ഏഷ്യയിലുള്ള ഇന്ത്യയും ഈ രോഗം പടരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് സിക്ക വൈറസ് പടർന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ രോഗാരോഗ്യ സംഘടന ഇന്ത്യക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ടുകളിലുമെല്ലാം ഇപ്പോൾ ഈ വരുന്ന ഗർഭിണികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ച് അവർക്കുള്ള എല്ലാവിധ ഹെൽത്ത് ടിപ്സുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, പിന്നെ എന്ത് ചെയ്യാം. പനിയും ജലദോഷവുമായിട്ടാണ് ഇത് സാധാരണഗതിയിൽ സാധാരണ ഒരു വൈറൽ ഫീവർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതും അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് പനി നല്ല കഠിനം, ഇത് 2 തൊട്ട് 3-4 ദിവസം വരെയാണ് ഇതിൻ്റെ സിംറ്റംസ് സാധാരണഗതിയിൽ നിൽക്കുന്നത്. ആദ്യം പനി, 3-4 ദിവസമായ കഠിനമായ പനി, പിന്നെ ദേഹം വേദന. ഡെങ്കു പനികളും ഇതുപോലെ തന്നെയാണ്. നമുക്കിത് തമ്മിൽ തിരിച്ചറിയാനായിട്ട് തന്നെ വളരെ പാടാണ്. വളരെയധികം ശരീരവേദന ഉണ്ടാകുന്നു. പിന്നെ 3, ദേഹത്തുണ്ടാകുന്ന പാടുകൾ. ഈ പാടുകൾ ഇതും നമുക്കൊരു അല്ലെങ്കിൽ സിക്ക വൈറസ് എന്നുള്ളത് മാത്രമല്ല, ഇതിന് ബാക്കിയുള്ള എല്ലാ ലക്ഷണങ്ങളുമായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിക്ക വൈറസിന് മാത്രം പ്രത്യേകിച്ച് ഒരു രോഗലക്ഷണം പറയാൻ സാധിക്കുകയില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂമോണിയ, ചുമ, അങ്ങനെയുള്ളതെല്ലാം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ അവർക്ക് അതിന് വേണ്ടുന്നുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ധാരാളം വെള്ളം കുടിക്കാൻ പറയുക. പിന്നെ പനിക്ക് വേണ്ട പാരസിറ്റമോൾ, അങ്ങനെയുള്ള സാധാരണ ചികിത്സ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇത് കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഇവരെ വിളിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിന് വേറെ ഒരു വളരെയധികം ഒരു മാരകമായൊരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഗില്ലൻ ബാരി സിൻഡ്രോം. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഞരമ്പുകളിലും ഈ വൈറൽ ബാധിക്കുകയും ശരീരം തളർന്നു പോകാൻ സാധ്യതയുമുണ്ട്. ഇത് തന്നെ ഈ ഞരമ്പുകൾ തലയിലോട്ട് ബാധിക്കുകയാണെങ്കിൽ ബോധം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഒരു 3-4 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആദ്യം ഡെങ്കു വൈറസും ചിക്കൻ ഗുനിയയും വന്നപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ആ രോഗങ്ങളെക്കുറിച്ച് വളരെ അജ്ഞതമായിരുന്നു നമ്മുടെ വിവരം. പക്ഷേ ഇപ്പോൾ സിക്ക വൈറസാണ് അടുത്തൊരിത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. അതിന് ഇനിയും പഠനങ്ങൾ വരാനുണ്ട്. ഇതെങ്ങനെയാണ് പകരുന്നതെന്നും ഇതിന് വേറെ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാമെന്നുള്ളതും, ഇനി വൈറസ്, അതിനുള്ള വാക്സിൻ എല്ലാം ഇതിനുള്ള എല്ലാം പഠന സ്ഥിതിയിലിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയും അതിൻ്റെ റിപ്പോർട്ടുകൾ വരാനുണ്ട്.